ആരാധനാലയങ്ങൾ ആയുധപ്പുരകളായി തീരുന്നുണ്ടോ? എന്താണ് ദേവസ്വം മന്ത്രി ഉദ്ദേശിച്ചത്? മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. RSSന്റെ ക്ഷേത്രങ്ങളിലുള്ള ശാഖാപ്രവർത്തനം അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഇങ്ങനെ കയറൂരി വിടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? എങ്ങനെയാണ് അമ്പലമുറ്റത്തെ RSSന്റെ ശാഖാപ്രവർത്തനം ഒരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാകുന്നത്? അന്വേഷിക്കുകയാണ് കേരള സമിറ്റ്. ആരാധനാലയങ്ങൾ ആയുധപ്പുരകൾ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ PK പ്രേംനാഥ്, മുൻ RSS അനുഭാവിയും ഇപ്പോൾ CPM സഹയാത്രികനുമായ ശ്രീ സുധീഷ് മിനി, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചെക്കുട്ടി, കേസരി വാരിക മുഖ്യപത്രാധിപരും RSSന്റെ സംസ്ഥാന സഹപ്രചാർ പ്രമുഖുമായ ഡോക്ടർ NR മധു. ഞാൻ ശ്രീ NR മധുവിൽ നിന്ന് തുടങ്ങാം. അങ്ങ് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ. അതിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി പ്രേക്ഷകരുടെ അറിവിലേക്കും സമർപ്പിക്കുന്നു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിവരുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി പരാതികളാണ് എനിക്ക് ദിവസേന ലഭിക്കുന്നത്. നിരവധി പരാതികൾ ദിവസേന ലഭിക്കുന്നു. വിശ്വാസികളെ ക്ഷേത്രത്തിൽ നിന്നകറ്റി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാനാണ് RSS ശാഖയും ആയുധ പരിശീലനവും നടത്തുക വഴി ശ്രമിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്നകറ്റി ആയുധപ്പുരകളാക്കി മാറ്റുന്നു. നാടിൻ്റെ മതേതര സ്വഭാവവും സമാധാനാന്തരീക്ഷവും തകർക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളെ മാറ്റാൻ അനുവദിക്കില്ല. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് RSS ശാഖാപ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി നടത്തുന്നതെന്ന് മന്ത്രി പറയുന്നു. പെട്ടെന്നുള്ള പ്രതികരണം. RSS ക്ഷേത്രങ്ങളിൽ എന്നല്ല ഒരിടത്തും ആയുധ പരിശീലനം നടത്തുന്നില്ല. എന്നാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം കായിക പരിശീലനം നടത്തുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, അതിൻ്റെ ശാഖയിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ 1942 രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് കേരളത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ശാഖ നടക്കുന്ന ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് അടക്കം നോക്കിയാൽ 5000 ശാഖ കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 500-600 പരമാവധി ക്ഷേത്ര സങ്കേതത്തിൽ നടക്കുന്നത്. ഇവിടെ ഒരിടത്തും കായിക പരിശീലനം നടക്കുന്നുണ്ട്. കാരണം യോഗാസനവും വ്യായാമവും ഒക്കെ നടക്കുന്നുണ്ട്. ആയുധ പരിശീലനം നടക്കുന്നില്ല. പരാതികളുള്ളതായിട്ട് അറിവുമില്ല. അതുകൊണ്ട് ഇത് വളരെ ബോധപൂർവം, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ദേവസ്വം മന്ത്രിക്ക് അത്തരത്തിൽ ആരെങ്കിലും ആയുധ പരിശീലനം നടത്തുന്നതായി വിവരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘം അത്തരം ആയുധ പരിശീലനം ഒരിടത്തും നടത്തുന്നില്ല. പിന്നെ ശരി സർ, 2015 ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട്. 2015 കേസ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രന്റെ ബെഞ്ചിലേക്കാണ് കേസ് എത്തിയതെന്ന് കരുതുന്നു. കൊല്ലത്ത് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കൃഷ്ണകുമാർ ആയിരുന്നു പരാതിക്കാരൻ. അദ്ദേഹത്തെ മർദ്ദിക്കുക കൂടി ചെയ്തിരുന്നു ആ സമയത്ത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖയെ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ശ്രമം നടക്കുന്നത് നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിൻ്റെ ഫലമായിട്ട് മാസ്റ്ററിൽ നിരോധിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നായനാർ ഗവൺമെൻറ് ഒരു നടപടിയെടുത്തതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട അന്നത്തെ ഞങ്ങൾ പറഞ്ഞാൽ ബാലസ്വയംസേന എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ ബാലസ്വയംസേനയായിട്ട് അറസ്റ്റ് വരിച്ച ആളാണ് ഞാൻ. പിറ്റേ ദിവസം മുതൽ പോലീസ് പ്രൊട്ടക്ഷനിൽ അവിടെ ശാഖ നടത്തേണ്ടി വന്നു. എന്നു മാത്രമല്ല, ഇത്തരം പരാതികൾ, കൃത്രിമമായ പരാതികൾ കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് നാമാവശേഷമായി. ഞാൻ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ സാമൂഹ്യമായിട്ട് ജനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരാണ് എങ്കിൽ എങ്ങനെ ഈ പരിവർത്തനം ഉണ്ടാവും? മാർക്സിസ്റ്റ് പാർട്ടി അവിടെ 2ാം സ്ഥാനത്ത് രാഷ്ട്രീയമായി നിന്ന ഗ്രാമമാണത്. ഇത്തരം പരാതികൾ വ്യാജമായിരിക്കാമെന്നാണ് അങ്ങയുടെ ഉറപ്പായിട്ടും. ശരി, അങ്ങനെയാണെങ്കിൽ 3 വളരെ പ്രധാനപ്പെട്ട നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നമ്മൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന്, RSS കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ കായിക പരിശീലനത്തിനപ്പുറം ഏതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഭ്യാസം നടത്തുന്നുണ്ടോ? ഒരായുധവും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കാര്യപദ്ധതിയിൽ ഇല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കാര്യപദ്ധതിയിൽ പരംപൂജനീയ ഡോക്ടർജി, സംഘസ്ഥാപകനായ പരംപൂജനീയ ഡോക്ടർജി പറഞ്ഞത് കൂടിച്ചേരലാണ് പ്രധാനം, കാര്യക്രമമല്ല. കാര്യക്രമത്തിലാണ് ഈ പറയുന്ന കായിക പരിശീലനം വരുന്നത്. അതിലൊരിക്കലും ആയുധ പരിശീലനം വന്നിട്ടില്ല. അതേസമയം കായിക പരിശീലനവും നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് കിടന്നുറങ്ങൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുധീഷ് മിനി, എനിക്ക് സുധീഷ് മിനിയുടെ അഭിപ്രായം ഈ സാഹചര്യത്തിൽ വേണം. താങ്കൾ കുറെ കാലം ശാഖയിൽ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? അങ്ങേ പല രീതിയിലാണ് പലതരത്തിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ചിലർ വിശേഷിപ്പിക്കുന്നത് പ്രചാരകൻ, മുൻ RSS പ്രചാരക് എന്നാണ്. ശരിയാണോ? പ്രചാരകനാണ്.
അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ഞാൻ പ്രചാരകാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്നറിയണം, ഈ ഓഡിയൻസിനും അറിയണം, കേരളത്തിനും അറിയണം, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചാരകനാണോ കോൺഗ്രസിൻ്റെ പ്രചാരകനാണോ? സ്വാഭാവികമായും പ്രചാരക എന്ന് പറയുന്നത് ഒരു പൂജനീയമായ പദമാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. RSSൻ്റെ പ്രചാരകൻ ഇടതുപക്ഷത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരാളാണ്. അല്ല, സിംഗിൾ ഒരു ചോദ്യത്തിന് അദ്ദേഹം ഏതിന്റെ പ്രചാരകനാണെന്നൊന്ന് പറഞ്ഞാൽ പിന്നെ സമയം വെറുതെ കളയണ്ട. ആ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. സുധീഷിനെ ഞങ്ങൾ ഈ ചർച്ചയിൽ പരിചയപ്പെടുത്തിയത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അനുഭാവി എന്നാണ് പറഞ്ഞത്. മുൻ RSS പ്രചാരകൻ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അനുഭാവി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ വ്യക്തത വരുത്താൻ പറയുന്നത്. ഞാൻ പ്രചാരകനായിരുന്നു. അതായത് ചാലക്കുടിയിലുണ്ടായിരുന്നു, അട്ടപ്പാടിയിലുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരാൾ ഒരു പ്രചാരകനാണ് എന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ എറണാകുളം പ്രാന്ത കാര്യാലയം, സംസ്ഥാന കാര്യാലയത്തിലെ ഡോക്യുമെന്റ്സിൽ ഓരോ വർഷത്തെയും പ്രചാരകന്മാരുടെ ലിസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം. ഞാൻ വെല്ലുവിളിക്കുന്നു, സുധീഷ് മിനിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. പ്രചാരകന്മാർ എന്ന് പറയുന്നത് മാരീജന്മാരാണ്. മാരീജന്മാർ എന്ന് പറയുന്നത് പ്രച്ഛന്ന വേഷധാരികളാണ്. അത് അദ്ദേഹത്തിന്റെ നിങ്ങൾ അതില് ചോദ്യത്തിന് ആൻസർ പറയണം. വെറുതെ വന്നിരുന്ന എന്തെങ്കിലും പറയുന്നത്. അദ്ദേഹം പ്രചാരകനാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും പ്രചാരകനല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ശാഖയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശാഖയിൽ പങ്കെടുത്തിരുന്നു. ആ ശാഖയിൽ കായിക പരിശീലനത്തോടൊപ്പം ഏതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിക്കുമായിരുന്നു? ഞാൻ പറയാം. ഓരോ സ്വയം സേവകനും എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ. അടുത്ത വരി ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധി തോഹം. ത്വയാ, ഹേ ഹിന്ദുഭൂമേ, ഹിന്ദുഭൂമിയായ അങ്ങ് എന്നെ സസുഖം വളർത്തുന്നു. അപ്പോൾ ഇവിടെ ഹിന്ദുഭൂമി എന്ന് പറഞ്ഞാൽ, ഇപ്പം കുമ്മനം ചോദിച്ചല്ലോ ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ, നിർവചനം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന്. അതിന് നിർവചനം ഉണ്ടായിരുന്നു. ഗുരുജി ഗോൾവൽക്കർ എന്ന് പറയുന്ന ദ്വിതീയ സർസംഘചാലക്, അദ്ദേഹം എഴുതിയ വിചാരധാര ഒരു പ്രാമാണികമായ ഒരു ഗ്രന്ഥമാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. അത് ആ പ്രാമാണികമായ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും, 3 സെമിറ്റിക് മതങ്ങളെന്നാണ് ഇവർ പറയുന്നത്, ഈ 3 ചിന്താഗതിക്കാരും ഇല്ലാത്ത ഒരു ഭൂമിയാണ് ഹിന്ദുഭൂമി എന്ന് പറയുന്നത്. ഈ ഹിന്ദുഭൂമിയെ സാർത്ഥകമാക്കാനാണ് ഓരോ സ്വയം സേവകനും ഓരോ മണിക്കൂർ നേരം ശാഖ ചെലവഴിക്കുന്നത്. ഇവിടെ പറഞ്ഞു ആയുധങ്ങളില്ല എന്ന് പറഞ്ഞല്ലോ. ആദ്യം ഒരു ശാഖ തുടങ്ങുന്നത് 1 മണിക്കൂറാണ്. ആദ്യം ശാഖയുടെ ആരംഭങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തത് 25 പ്രഹാറാണ്. പ്രഹാർ എന്ന് പറയുന്നത് ദണ്ഡയാണ്. ദണ്ഡ കൊണ്ടാണ് പ്രഹാർ അടിക്കുന്നത്. പ്രഹാർ എന്ന് പറഞ്ഞാൽ തലക്കടിക്കുക, എതിരാളികളുടെ തലക്കടിച്ച് കൊല്ലുകയാണ് പ്രഹാർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇതാരാണ് എതിരാളികൾ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഇതിൻ്റെ എതിരാളികൾ. അടുത്തത് 5 മിനിറ്റ് എന്ന് പറയുന്നത് ഊർധ്വപാദം. അതായത് ഊർധ്വപാദം എന്ന് പറയുന്നത് മുകളിലോട്ട് കാലുകൊണ്ട് മുകളിലോട്ട് അടിക്കുക, 25 തവണ കാല് കൊണ്ട് മുകളിലോട്ട് അടിക്കുക, ഇതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ആയുധ പരിശീലനം എന്ന് പറയുന്നത്. ചുരുകി ഉപയോഗിക്കുന്നുണ്ട്, വാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് RSSന്റെ ശാഖയിൽ നടക്കുന്നത്. പക്ഷേ 600 ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിലെങ്കിലും താങ്കൾ പറഞ്ഞ ഇതേ വിധി പ്രകാരമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. താങ്കൾ ആയുധം ഉപയോഗിച്ചിരുന്നു ഏതെങ്കിലും ക്ഷേത്രത്തിൽ? ഞാൻ ചുരുകി ഉപയോഗിച്ചിട്ടുണ്ട്, ദണ്ഡ ഉപയോഗിച്ചിട്ടുണ്ട്. മധു, ഇപ്പോ ഞാൻ ഇതുവരെയും ധരിച്ചത് ഇദ്ദേഹം RSSന്റെ ശാഖയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നായിരുന്നു. ഈ നിമിഷം എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ശാഖയിൽ പോലും പങ്കെടുത്തിട്ടില്ല. അനുഭാവി എന്നാദ്യം പറഞ്ഞല്ലോ. എവിടെയാണ് അദ്ദേഹത്തിന്? പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ചുരുക്കി ഉപയോഗിക്കുന്നത്, ദണ്ഡ് ഉപയോഗിക്കുന്നത്, പ്രഹാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കത്തി ഉപയോഗിക്കുന്നത്, ഇതൊന്നും ഇല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയില്ല. അദ്ദേഹം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശാഖയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ണൂര്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു കാര്യം, കായിക പരിശീലനം ഉണ്ട് ക്ഷേത്രങ്ങളുടെ പരിസരത്ത്. അദ്ദേഹം പറഞ്ഞു ക്ഷേത്രങ്ങളുടെ പരിസരത്തുണ്ട്. പരിശീലനം ക്ഷേത്രത്തിൽ മാത്രമല്ല, ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല, പാർക്കുകളിൽ നടക്കുന്നുണ്ട്, കെട്ടിടങ്ങളുടെ മൂളി നടക്കുന്നുണ്ട്. എവിടെ സ്ഥലം? ഭാരതത്തിൽ. രണ്ടാമത്തെ ചോദ്യം, നിലവിൽ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് കായിക പരിശീലനം വിശ്വാസികളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റണമെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല. വിശ്വാസികൾ പറയുകയാണ്, ആ ഗ്രാമത്തിലെ വിശ്വാസികൾ പറയുകയാണ്, ഈ ശാഖ ഇവിടെ ഒരു നോയ്സൻസ് ആണ്, ഒരു ശല്യമാണ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം മാറ്റും. ഇന്ന് ക്ഷേത്രങ്ങൾ പലതും സംരക്ഷിക്കപ്പെടുന്നത് ഈ RSSകാരുടെ ബലത്തിലാണ്. ഇവിടെ തകർന്ന് തരിപ്പണമായ ക്ഷേത്രങ്ങൾ, എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ വന്നു? കേരളത്തിൽ തകർന്നു കിടന്ന ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് RSSന്റെ ശാഖ വന്നതിന് ശേഷം വെൽക്കം ടു ഡിസ്കഷൻ. നമ്മളൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, കായിക പരിശീലനമുണ്ട്, ആയുധ പരിശീലനമില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് ആയുധപ്പുരകളാക്കുന്നു RSS എന്നാണ്. അല്ല, RSSന്റെ ശാഖയിൽ ആയുധ പരിശീലനമില്ല എന്ന് പറയുന്നത് ഉപ്പിന് പുളിയില്ലെന്നും
ഏതെങ്കിലും തരത്തിലുള്ള ന്യായങ്ങൾ ഉന്നയിക്കുന്നത് പോലെയാണ്. ഇവിടെ ഒരു മതവും അനുവദിക്കുന്നില്ല ആരാധനാലയങ്ങളിൽ ആയുധപുരകളാക്കുന്ന സംസ്കാരത്തിന്. അഭിശപ്തവും അസാധാരണമാം വിധം അപകടകരവുമായ ആ നൃശംസതയ്ക്കെതിരെ മതനിരപേക്ഷവാദികളും ദൈവനിഷേധികളും മതവിശ്വാസികളും അടക്കമുള്ള സകല മനുഷ്യസ്നേഹികളും മുഖമുയർത്തി പൊരുതണം എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വിനീതമായ അഭ്യർത്ഥന. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം പറഞ്ഞതുപോലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ ആരാധനാലയങ്ങളെ ആയുധപുരകളാക്കുന്നതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അങ്ങനെ വന്നാൽ ഞങ്ങൾ പിൻവലിയാം എന്ന് പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു സംഘടന എന്നൊക്കെയുള്ള നിലയിൽ സമൂഹത്തിൽ ഇത്തരം വിവാദങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വന്ന പശ്ചാത്തലത്തിലെങ്കിലും ആരാധനാലയങ്ങളിൽ നിന്ന്, അതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന്, അതിൻ്റെ സ്വത്തുവകകളിൽ നിന്ന് അതിനുപയോഗപ്പെടുത്തി നടത്തുന്ന ശാഖാപരിശീലനം പ്രത്യേകമായി ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് പറയാനുള്ള വിനയമാണ് RSS കാണിക്കേണ്ടത്. മറ്റൊന്ന് ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം, പരമകാരുണികനോടുള്ള പരമാവധി സമർപ്പണമാണ് ആരാധനാലയങ്ങളിൽ നടക്കേണ്ടത്. പടച്ചതമ്പുരാനോടുള്ള പ്രാർത്ഥനയാണ് അവിടെ നടക്കേണ്ടത്. കൈകൂപ്പലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇനം, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അജണ്ട. കൈകൂപ്പലിനു പകരം ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള കായികാഭ്യാസം നടത്തുന്നത് ഏതു ന്യായം പറഞ്ഞായാലും, എന്തു വെള്ളം ചേർത്തായാലും, എത്ര നേർപ്പിച്ചായാലും അത് അഭിമതമല്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഈ ആരാധനാലയങ്ങൾ ആയുധപ്പുരകളാക്കുന്നു എന്ന ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പ്രസ്താവന തന്നെ അസംബന്ധമാണ്. കാരണം കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാണ്. ഭദ്രകാളിയുടെ നാന്തകവാൾ വെച്ച് പൂജിക്കുന്നു, തൃശൂലം വെച്ച് പൂജിക്കുന്നു, ഗദ വെച്ച് പൂജിക്കുന്നു. അതുപോലെ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഇപ്പോൾ കൊടുങ്ങല്ലൂരെ കാവ് തീണ്ടൽ, ആയിരക്കണക്കിന് വെളിച്ചപ്പാട് സ്വന്തം നെറുക വെട്ടിപ്പൊളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. കായിക ഇനി മുസ്ലിം സമൂഹം, പരമകാരുണ്യൻ്റെ കാര്യം പറഞ്ഞു, മുസ്ലിം സമൂഹം നടത്തുന്ന നിസ്കാരം എന്ന് പറയുന്നത് പോലും അതിനകത്തൊരു എക്സസൈസ് ഉണ്ട്, വ്യായാമമുണ്ട്. യോഗാസനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അധോമുഖ ശ്വാനാസനമുണ്ട്, വീരഭദ്രാസനമുണ്ട്. ഇങ്ങനെയുള്ള കായിക ക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഭാഗവതം വായിച്ച കുട്ടി അമ്മാവനെ കൊടുവാളുമായി കൊല്ലാൻ വന്നിട്ട് അമ്മായിയോട് പറഞ്ഞ ന്യായം, ഭാഗവതത്തിൻ്റെ അവസാനം കംസനെ കൃഷ്ണൻ കൊല്ലുന്നതുണ്ട്, ഇറക്ക അമ്മാവനെ എന്ന. അതുപോലെയാണ് ഈ മധു ഇപ്പോൾ പറഞ്ഞത്. ഭഗവതിയുടെ ശ്രീകോവിലിനകത്ത് സൂക്ഷിക്കുന്ന വാള് ഇത് ആയുധത്തിൻ്റെ ഉപയോഗമാണെന്ന് വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയ കൗശലം, അതിൻ്റെ ഒരു വിശകലന പടുത്വം, അതിനു മുന്നിൽ നമിക്കുകയല്ലാതെ നിവൃത്തിയില്ല. നിസ്കാരവും RSSന്റെ ശാഖയും, RSSകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാട്ടിൽ അവരുടെ ഒരു ഐഡിയോളജി പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. യാതൊരു തർക്കവുമില്ല. RSSൻ്റെ ഐഡിയോളജിയോട് എനിക്ക് യോജിപ്പിക്കാൻ കഴിയില്ല. കാരണം അത് ഇന്ത്യയുടെ ദേശീയതയ്ക്ക് എതിരാണ്, ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾക്കെതിരാണ്. ഇന്ത്യയെ ഒരു പ്രത്യേകമായ രൂപത്തിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിനോട് വിയോജിപ്പുണ്ട് ശക്തമായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് RSSകാർ പരിശോധിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ അവർക്ക് 5000 ശാഖകൾ ഈ നാട്ടിൽ നടത്താൻ സ്ഥലമുണ്ട്. എന്തിനാണ് ഈ അമ്പലങ്ങൾ അതിനകത്ത് വലിച്ചഴിക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ഞാൻ അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകാറില്ല, പക്ഷേ പലപ്പോഴൊക്കെ പോകുന്ന ആളാണ്. എൻ്റെ മക്കളെ ഈ RSSൻ്റേതായിട്ടുള്ള ഈ കായിക പരിശീലനം നടക്കുന്ന ഒരു അമ്പലത്തിലേക്ക് പോകാൻ എനിക്ക് അയക്കാൻ മടിയുണ്ട്. കാരണം ഈ കുട്ടികളെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹിക ദർശനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം അമ്പലങ്ങളെ ബഹിഷ്കരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൽ പലരും എത്തിച്ചേർന്നുണ്ട്. പേടിച്ചിട്ടാണ് കേട്ടോ, കാരണം വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിലെ അമ്പലങ്ങളെ RSSകാർ ദയവായിട്ട് ഒഴിവാക്കി കൊടുക്കണം. അവർക്ക് വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് RSSകാരോട് മാത്രമല്ല, മറ്റുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാണ്ട്, അമ്പലങ്ങളെ ഇത്തരം ഇടപാടുകൾ ഒഴിവാക്കി തരണം. വളരെ വൈകാരികമായ നിലപാടുകളുള്ളൊരു ചർച്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വൈകാരികമായുള്ള സമീപനത്തെക്കാളപ്പുറം കുറച്ചുകൂടി ലോജിക്കും യുക്തിയും ചേർന്ന് ഈ ചർച്ചയെ മുന്നിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ പാനലിസ്റ്റുകൾ തുടക്കത്തിൽ പ്രകടിപ്പിച്ച ആ സഹിഷ്ണുതയുണ്ടല്ലോ, അത് തന്നെയാണ് ചർച്ചയുടെ മുന്നോട്ടുള്ള ആരോഗ്യകരമായ സംവാദത്തിൻ്റെ സാധ്യതയും. അഭിനന്ദിക്കുന്നു നിങ്ങളെ. തികച്ചും വൈകാരികമായ ഒരു വിഷയമായിട്ടും നിങ്ങളതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഇത് തന്നെയാവണം അടുത്ത 3 ഘട്ടങ്ങളിലും ഉണ്ടാകണമെന്ന വിശ്വാസത്തോടെ ഇടവേളയ്ക്ക് പിരിയുന്നു. മധു, ചെക്കുട്ടി പറഞ്ഞ അവസാനത്തൊരു വാചകമുണ്ടല്ലോ, പേടിയാണ് മക്കളെ അങ്ങോട്ട് അയക്കാൻ എന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ? ഒരിക്കലും അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ RSSൻ്റെ ശാഖ വന്നത് അതിനൊരു ചരിത്രമുണ്ട്. RSSൻ്റെ ശാഖ ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ തന്നെ നടത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കേരളത്തിൽ തകർന്നു കിടന്ന ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് നടന്നു എന്നേ ഉള്ളൂ. ഭാരതത്തിലെ മൊത്തം ശാഖ എടുത്തു കഴിഞ്ഞാൽ അമ്പലമുറ്റത്ത് ശാഖ നടക്കുന്നത് വളരെ കുറവാണ്. കേരളത്തിലെ പ്രത്യേക സാഹചര്യം അതുകൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രങ്ങൾ നവീകരിക്കാൻ സാധിച്ചത്. പിന്നെ ആരാധനാലയങ്ങളിൽ
വന്ന ആൾക്കാരെ RSS ആക്രമിച്ച എന്തെങ്കിലും സംഭവം റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയില്ല ഈ നാട്ടിൽ. മാത്രമല്ല, തകർക്കപ്പെടാൻ ശ്രമിച്ച ക്ഷേത്രങ്ങളെ സംരക്ഷിച്ച ഒരു പാരമ്പര്യമുണ്ട്. ക്ഷേത്രത്തെ തകർക്കണമെന്ന ദുരുദ്ദേശത്തോടു കൂടി ആരെങ്കിലും കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഭയക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ആത്മീയതയുടെ കേന്ദ്രങ്ങളായി മാറേണ്ടതാണ്. അവിടെ അതിനു പകരം കായികക്ഷമതയുടെ പേരിൽ ആയുധ പരിശീലനം നടത്തുന്നു എന്നുള്ളത് എന്തിന്, ആർക്കു വേണ്ടിയാണ്? ഒന്ന്, RSS രൂപീകരിക്കുന്നതിന് മുമ്പും ഇവിടെ ഹിന്ദു മതവും അതിൻ്റെതായ ആരാധനാക്രമങ്ങളും നിലനിന്നിട്ടുണ്ട്. പക്ഷെ RSS രൂപീകരിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ എവിടെ വർഗീയ ലഹളകൾ നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ എല്ലാ കമ്മീഷനുകളിലും കണ്ടിട്ടുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതിലൊരു ഭാഗത്ത് RSS ആണ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആത്മീയ ചിന്താഗതിക്ക് പകരം ഇവിടെ മറ്റൊരു വിഷയമാണ്. ഞാൻ അമ്മയെടുത്ത്, അമ്മ അമ്പലത്തിൽ പോകുന്ന ആളാണല്ലോ അല്ലേ? അവിടെ ശാഖ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ വിശ്വാസികൾക്കെതിരായിട്ടല്ല, ഭക്തജനങ്ങൾക്ക് പിന്നെ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ക്ഷേത്രമുറ്റത്ത് സ്ഥലം ഉണ്ടാവും. ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്നിട്ടല്ല ശാഖ നടത്തുന്നത്. ക്ഷേത്രത്തിനൊരു ചുറ്റുമതിലും അതിനൊരു അതിരുണ്ടാവും. ക്ഷേത്രത്തിന്റെ പുറത്ത് അതിന് പുറത്താ. അപ്പൊ ശാഖകൾ അമ്പലങ്ങളിൽ വേണമെന്നാണോ അമ്മയുടെ? അമ്പലങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ശാഖ എന്ന് പറഞ്ഞ ആദ്യം തന്നെ എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ അമ്പലത്തിന്റെ മുറ്റത്തോ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തോ അല്ല ശാഖ നടക്കുന്നത്. അതിലെ ആയുധങ്ങളില്ല താനും. കായിക അഭ്യാസമാണ്, പ്രാർത്ഥന, തല വെട്ടിപ്പൊളിക്കാനൊന്നും അല്ല. വടി നിങ്ങൾ ശാഖയിൽ ഉപയോഗിക്കാറുണ്ടോ? RSSന്റെ യൂണിഫോമിന്റെ ഭാഗമാണ് ദണ്ഡ. ആ ദണ്ഡ ഉപയോഗിക്കുന്നത് ആരുടെയും ശിരസ് തല്ലിപ്പൊളിക്കാൻ വേണ്ടിയിട്ടല്ല. ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നോക്കാം. കാരണം വിജയദശമി വരാൻ പോകും. അതിൻ്റെ ഭാഗമായിട്ട് പരിശീലനം നടക്കേണ്ട ഓരോ സ്ഥലത്തും അവർ തോളത്ത് വെച്ചുകൊണ്ട് സഞ്ചലനം ചെയ്യാന്ന് പറയും, മാർച്ച് ചെയ്യാന്ന് പറയും. അത് വ്യായാമത്തിന് എടുക്കാറുണ്ട്. വലിയ പരിപാടി, 1,00,000 പേരുടെ പരിപാടി കൊല്ലത്ത് വന്നു. ഈ 1,00,000 പേരുടെ പരിപാടിയിൽ ദണ്ഡ വ്യായാം യോഗ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ ഒരു സംശയം, കേരളത്തിൽ ICC-കാർ വന്നിട്ട് അവരുടെ തോളിൽ ഹൈഡ്രജൻ ബോംബോ ആറ്റം ബോംബോ ആയിട്ട് നടന്നിട്ട് അത് അവരുടെ ആയുധത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. AK-47 നടക്കുന്നത് ആയുധമാണ്, അത് ഉപയോഗിക്കാൻ. ഈ ആധുനിക കാലത്ത് ദണ്ഡ ആയുധമാണെന്ന് പറയുമ്പോൾ ഈ ദണ്ഡ ആയുധം വരുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും പട്ടി പോലും പെരുകില്ലല്ലോ. ക്രിമിനൽ കോഡ് പ്രകാരം ദണ്ഡെന്ന് പറയുന്നത് ഒരു ആയുധമായിട്ടാണ് കണക്കാക്കുന്നത്. IPC പ്രകാരം എന്തും ആയുധമാണ് സർ. ഒരു കല്ല് പോലും ആയുധമാണ് സർ. അതെങ്ങനെ ഉപയോഗിക്കുന്നതിന് അടിസ്ഥാനപ്പെട്ടാണ് അത് ആയുധമാകുന്നത്. അത്തരം ആയുധങ്ങൾ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രസക്തി എന്ത്? അമ്പലത്തിൽ ആയുധ പരിശീലനം ദണ്ഡ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചത് സുതാര്യമാണ്. RSSന്റെ ശാഖയിൽ രഹസ്യമില്ല. സുധീഷ് മിന്നി പറയുന്ന പോലെ രഹസ്യമൊന്നുമില്ല അതിനകത്ത്. പരസ്യമായിട്ടാണ്, പൊതുസ്ഥലത്താണ് ഈ നടക്കുന്നത്. നിങ്ങൾക്ക് വന്ന് നോക്കാം. മിന്നിക്ക് പറയാനുള്ളത്, ക്ഷേത്രത്തിന്റെ താന്ത്രിക വ്യവസ്ഥിതിയിൽ ഓംകാരവും ദേവീമന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും ഒക്കെയാണ് വേണ്ടത്. അവിടെ ദണ്ഡ ചുഴറ്റിയിട്ട് ഓംകാളിയും ജയ്ക്കാളിയും വിളിച്ചിട്ട് എന്തിനാണ് വിശ്വാസികളെ ഭയപ്പെടുത്തുന്നത്? ശാഖ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സങ്കേതമാണ്. അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ലത്. ആ അവിടെ നിൽക്കുക. ഞാൻ സംസാരിക്കുമ്പോൾ അസഹിഷ്ണുത ആവശ്യമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അസഹിഷ്ണുത ആവശ്യമില്ല. അവിടെ ഇരിക്കുക. വിശ്വാസികൾക്ക് ക്ഷേത്രം എന്ന് പറയുന്നത് അവൻ്റെ ഭക്തന് അവൻ്റെ പ്രയോജനകരമായ രീതിയിലാണ്. അവിടെ ഓംകാരവും മൂലമന്ത്രമൊക്കെയാണ് താന്ത്രിക വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ദണ്ഡ ചുഴറ്റാൻ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് നിയുദ്ധ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ? കൈകൊണ്ടും കാലുകൊണ്ടും എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന രീതിയാണ് നിയുദ്ധ എന്ന് പറയുന്നത്. ആ നിയുദ്ധ എവിടെയാണ്? എന്തിനാണ് ഈ പറയുന്ന അമ്പലങ്ങളിൽ ആവശ്യകത എന്താണ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിയുദ്ധയുണ്ട്, അതുപോലെ തന്നെ ദണ്ഡയുദ്ധയുണ്ട്. ദണ്ഡ കൊണ്ട് യുദ്ധം ചെയ്യുക, വടി കൊണ്ട് യുദ്ധം ചെയ്യുക, ഇതൊന്നും ഇല്ല എന്നെങ്ങനെയാണ് ഇവർ പറയുക? ഇവർ സംസാരിക്കുക എങ്ങനെയാണ്? അതുപോലെ തന്നെ പദവിന്യാസുണ്ട്. ആ പദവിന്യാസം എന്ന് പറയുന്നത് എതിരാളികളെ കീഴ്പ്പെടുത്താനുള്ള ചുവടുവയ്പ്പാണ് പദവിന്യാസ്. ഇതൊക്കെ ശാഖയിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇതൊക്കെ താന്ത്രിക വ്യവസ്ഥയിൽ എഴുതപ്പെട്ട ആളാണ്. മാധവിജി എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, തന്ത്രസംഗ്രഹം. തന്ത്രിമാരെല്ലാവരും ഇതേ വിധി പ്രകാരമാണോ തന്ത്രവിദ്യ പഠിക്കുന്നത്? അതായത് ഞാൻ പറയുന്നത്, മാധവജി എന്ന് പറയുന്ന ഇവരുടെ പ്രചാരകൻ, RSSന്റെ മുൻ പ്രചാരകൻ തന്ത്രസംഗ്രഹം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ നടത്തേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വായിച്ചവർക്ക് മനസ്സിലാകും. അവിടെ ആയുധ പരിശീലനമല്ല വേണ്ടത്. അതിന് ഭക്തന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യത എന്ന് പറയുന്നത്. അവിടെ ഒരു ഒറ്റ നിമിഷം, തന്ത്രസംഗ്രഹമല്ല, ക്ഷേത്ര ചൈതന്യ രഹസ്യം. ഒന്ന് തിരുത്തിക്കോട്ടെ, കാരണം അദ്ദേഹം ശാഖയെ പണ്ട് പോയെങ്കിലും ഇതൊന്നും വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ്
ക്ഷേത്ര ചൈതന്യ രഹസ്യം എഴുതിയ മാധവജി കേരളത്തിൽ കോടതിയിൽ വരെ ക്ഷേത്ര സംബന്ധമായ പ്രമാണ ഗ്രന്ഥമാണ്. ഈ പ്രമാണ ഗ്രന്ഥം എഴുതിയ മാധവജി RSSൻ്റെ ശാഖയിൽ അമ്പലമുറ്റത്ത് യോഗയും സൂര്യ നമസ്കാരവും ചെയ്തു വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ക്ഷേത്ര ചൈതന്യം എഴുതാൻ സാധിച്ചത്. ക്ഷേത്രത്തിൻ്റെ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ ആയുധങ്ങളോടുകൂടി നിൽക്കുന്ന ദ്വാരപാലകനുണ്ട്. അത് രാജസഭാവ പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണൻ്റെ ആയിരിക്കും. ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഒരിക്കലുമല്ല വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ക്ഷേത്രത്തിന്റെ നിർവചനം എന്താ? ക്ഷതാത്രായത ഇതി ക്ഷേത്ര എന്ന ക്ഷതങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും രക്ഷിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ പരിക്കും രക്ഷിക്കണം. പടച്ച തമ്പുരാന് പടപ്പുകൾ കാവലിരിക്കാൻ പട പഠിക്കണമെന്നത് പരമപരിഹാസ്യമായ പ്രത്യയശാസ്ത്ര പ്രചാരണ നിർവഹണമാണ്. പടച്ചവനെ കാക്കാൻ പടപ്പുകൾ ആയുധമണിയണമെന്നത് അപഹാസ്യവുമാണ്. RSSൻ്റെ ശാഖയിൽ ആയുധ പരിശീലനമില്ല എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന RSSൻ്റെ നേതൃത്വം RSSൻ്റെ അടി മുതൽ മുടി വരെയുള്ള കായിക പദ്ധതികളുടെ പരിശീലന പദ്ധതിയുടെ പരസ്യ പ്രചരണത്തിന് തയ്യാറുണ്ടോ? ഒന്ന്, എന്താണ് അവരുടെ ശാഖ മുതൽ നാഗപ്പൂരിൽ നടക്കുന്ന 10-21 ദിവസം നീണ്ടു നിൽക്കുന്ന ആളെക്കൊല്ലാൻ പഠിപ്പിക്കുന്നതാണെന്ന് ഞങ്ങളും അല്ലെന്നവരും വാദിക്കുന്ന അവകാശപ്പെടുന്ന പരിശീലന പദ്ധതി? കരാട്ടെ, നേരത്തെ അമ്മ പറഞ്ഞതുപോലെ യോഗ, അതുപോലുള്ള നിരവധി കായിക പരിശീലന പദ്ധതികളെപ്പോലെ പരസ്യമാക്കാനുള്ള മര്യാദ കാണിക്കാൻ RSS തയ്യാറാകണം. 2, കായിക പരിശീലനമാണെങ്കിൽ അന്യമതക്കാരെ ശാഖയിൽ പ്രവേശിപ്പിക്കുമോ? മുസൽമാനോ ക്രൈസ്തവനോ സിഖിനോ ബൗദ്ധനോ ജൈനനോ ശാഖയിൽ പ്രവേശനമുണ്ടോ? 3, RSSൻ്റെ ശാഖ ആരാധനാലയങ്ങൾ കടുത്തുപാടില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആരാധനാലയങ്ങളുടെ സ്വത്തുവകകൾ ഉപയോഗപ്പെടുത്തി പാടില്ല എന്നതാണ്. വിൽപ്പനയ്ക്ക് വെച്ചാൽ വിപണിയിൽ വില കിട്ടുന്നത് മതത്തിനും ആത്മീയതയ്ക്കുമാണെന്ന് നന്നായി തിരിച്ചറിയുന്ന ശശികല RSSും BJPയും എന്ന് പരസ്യമായി പറയാതെ അമ്പലവും അവതാരവും ആശ്രയിക്കുന്നത് പോലെ മതത്തിൻ്റെ മണ്ഡലത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചാൽ നല്ല വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ടെന്ന ബോധ്യത്തിലാണ് അമ്പലങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ശാഖ പാടില്ലെന്ന് ഒരാളും ആക്ഷേപിക്കുന്നില്ല. RSSൻ്റെ സ്വകാര്യ സ്ഥലത്ത് അവരുടെ സ്വന്തമായ സ്ഥലങ്ങളിൽ ശാഖ സംഘടിപ്പിക്കുന്നത് തെറ്റല്ല. ഇവിടെ പ്രശ്നം RSS BJP എന്നൊക്കെ പറയുന്ന സംഘപരിവാര ശക്തികൾ സാധാരണ സകല മതവിശ്വാസികളുടെയും അഭയ കേന്ദ്രവും ആശ്വാസ കേന്ദ്രവുമാകേണ്ടുന്ന ആരാധനാലയങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും അപകട കേന്ദ്രങ്ങളായി അധപ്പതിപ്പിക്കുകയും ചെയ്യരുത്. ഇതാണ് ഞങ്ങളുടെ അപേക്ഷ. നിലവിൽ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ദിവസേന നിരവധി പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് മാത്രമാണ് നിലവിലിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. തൃക്കടവൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് കേസ്. ഇതിനു പിന്നിൽ കൃത്യമായ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ കുറിച്ചുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്ന് സർക്കാർ വെളിപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആയുധ പരിശീലനം നടക്കുന്ന, അതിനപ്പുറത്ത് RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വർഗീയ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ കായിക പരിശീലനമാണെങ്കിൽ പോലും അത് ശാഖകൾ എന്ന പേരിൽ അമ്പലങ്ങളിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തമായ വിവരശേഖരണം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, അമ്പലങ്ങളെന്നാണ് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഫേസ്ബുക്കിൽ ആദ്യം ഉണ്ടായത്, പിന്നീട് ആരാധനാലയങ്ങൾ എന്ന ഭേദഗതി വരുത്തിയെന്നാണ്. തീർച്ചയായും അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ചെറുമോത്തപ്പള്ളിയിൽ, കോഴിക്കോട് നാദാപുരത്തെ വളയം പഞ്ചായത്തിലെ ചെറുമോത്തപ്പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആയുധ സംഭരണം ഉണ്ടായിരുന്നുവെന്ന് പരസ്യമായ ആളുകൾ ബോധ്യപ്പെട്ടതാ. അന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് മുസല്ല, നിസ്കാരപ്പായ ബോംബ് പൊതിയാനുള്ളതല്ല, മിമ്പറ നമസ്കാര പീഠം കുന്തം ഒളിപ്പിക്കാനുള്ളതല്ല, മയ്യത്ത് കട്ടിൽ വാള് ചാരാനുള്ളതല്ല എന്ന് ധീരമായി ശിരസുയർത്തി പറഞ്ഞ പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. ആരാധനാലയങ്ങളെന്ന നിർവചനത്തിന് പരിധിയിൽപ്പെടുന്നത് സകല ആരാധനാലയങ്ങളുമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഇടതുപക്ഷത്തിന് ആഗ്രഹം. പ്രേംനാഥ് ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്. നാഗ്പൂരിലെ നിങ്ങളുടെ പരിശീലന പദ്ധതി പരസ്യമാക്കുമോ എന്ന്. പരസ്യമാണ്. അദ്ദേഹത്തെ ഞാൻ വേണമെങ്കിൽ, അദ്ദേഹം തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിനുള്ള എയർ ടിക്കറ്റ് എടുത്തു കൊടുക്കാം. നാഗപ്പൂരിലെ പരിശീലന ക്യാമ്പിൽ അദ്ദേഹത്തെ 21 ദിവസമോ 25 ദിവസമോ പങ്കെടുപ്പിക്കാം. 21 ദിവസത്തെ OTC ക്യാമ്പ് പരസ്യമായി ഓഡിയോ ഡോക്യുമെന്റ് ചെയ്ത് നാട്ടുകാരെ കാണിക്കാൻ തയ്യാറുണ്ട്. ഞങ്ങൾ സമ്മതിക്കാം. പരസ്യമായി CPIM മാപ്പ് പറയാം. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നാഗപ്പൂർ ക്യാമ്പിലെ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, രാഷ്ട്രീയ സ്വയം ഞങ്ങൾ വെല്ലുവിളിക്കാം. അദ്ദേഹത്തിന് 25 ദിവസം അവിടെ വന്ന് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ അല്ലെ പാർട്ടി പുറത്താക്കുന്നുള്ളതുകൊണ്ടായിരിക്കും അത് റെക്കോർഡ് ചെയ്ത് 25 ദിവസത്തെ നാഗപ്പൂരിലെ ക്യാമ്പ്, പണ്ട് 30 ആയിരുന്നു, 25 ഉള്ളൂ. 25 ദിവസത്തെ നാഗപ്പൂരിലെ ക്യാമ്പ്
മുമ്പ് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം ഈ പണി നിർത്തുവോ? That's a point. That's a point. തീർച്ചയായും RSSന്റെ ശാഖകൾ മുതൽ അഖിലേന്ത്യാ കേന്ദ്രം വരെയുള്ള പരിശീലന പദ്ധതികളെ സത്യസന്ധമായി ഗോപ്യമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ വാനിഷ് ചെയ്യാതെ കാണിച്ചാൽ അത് ആളെ കൊല്ലാനുള്ള ആയുധ പദ്ധതിയാണെന്ന് തലയ്ക്ക് വെളിവുള്ളവരെല്ലാം സമ്മതിക്കും. ശ്രീ മധു, രണ്ടാമത് അദ്ദേഹം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തു വിശ്വാസിയെയും മുസൽമാനെയും അവർക്ക് താല്പര്യമുള്ള പക്ഷം നിങ്ങൾ ശാഖയിൽ പ്രവേശിപ്പിക്കുമോ എന്ന്. തൃശ്ശൂർ ജില്ലയിലെ ഒരു നഗരത്തിൻ്റെ കാര്യവാഹ് ജോസേട്ടനാണ്. ഈരാറ്റുപേട്ടയിലെ അവിടുത്തെ പൊൻകുന്ന സംഘമില്ല എന്നാണ് ഞങ്ങൾ പറയുക. ഈ അടുത്ത കാലം വരെ ജോസഫ് ചേട്ടനായിരുന്നു അവിടുത്തെ ശാരീരിക ശിക്ഷൺ പ്രമുഖ്. നിരവധി മുസ്ലിം സുഹൃത്തുക്കൾ OTC തേർഡ് ഇയർ കഴിഞ്ഞവർ, ഇപ്പോൾ പറഞ്ഞല്ലോ രഹസ്യാത്മകം എന്ന് പറഞ്ഞ് മുസ്ലിം സുഹൃത്തുക്കൾ അടക്കം വേണമെങ്കിൽ പാർട്ടി പറയുന്ന വേദിയിൽ കൊണ്ടുവന്നവരെ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും. പിന്നെ സിഖുകാർ അവിടെ മോഗയിൽ വെടിവെപ്പുണ്ടായി. ഭീകരന്മാർ RSSന്റെ ശാഖയെ മോഗയിൽ പഞ്ചാബിൽ ആക്രമിച്ചു. പഞ്ചാബിലെ ഭീകരവാദം ആദ്യം വെടിയേറ്റ് വീണത് സിഖുകാരനാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം. മുസ്ലിങ്ങളെ ശാഖയിൽ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നതിന് തെളിവായി അദ്ദേഹം പറഞ്ഞല്ലോ. അത് ഏതെങ്കിലും തരപ്പം മലപ്പുറത്ത് BJPയുടെ ന്യൂനപക്ഷ സെല്ലിൻ്റെ നേതാവ് ഒരു ഹാജിയാരാണ്. അതെ, തങ്ങൾ. തീർച്ചയായും അത് ഈ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ സർവാംഗീകാരം കിട്ടാനുള്ള ശൃഗാല കൗശലത്തിന്റെ ഭാഗമാണത്. അമ്പലപ്പറമ്പിലെ RSSന്റെ ശാഖയാണോ പ്രശ്നം, അതല്ല ആയുധ പരിശീലനമാണോ പ്രശ്നം? അമ്പലവും പള്ളിയും എന്ന് പറയുന്നത് ആരാധനാലയ കേന്ദ്രങ്ങളാണ്. അവിടെ സാധാരണക്കാർ പുസ്തകം വായിച്ചിട്ടൊന്നുമല്ല പോണത്. അവിടെ ഈ തുളസിൻ്റെയും പൂവുമായിട്ടാണ് പോണത്. അവിടെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണല്ലോ RSS. കുറുവടിയും കാക്കി ട്രൗസറും ഇട്ടിട്ട് ആയുധ പരിശീലനം നടത്തുന്നത് എല്ലാ സ്ഥലത്തും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭീകര സൃഷ്ടിക്കാണ്. സാധാരണക്കാരൻ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അമൃതമംഗലം ശിവക്ഷേത്രം. വിശാലമായ പറമ്പുണ്ട്, അതിന് വിസ്തീർണമുള്ള മുറ്റമുണ്ടതിന്. RSSന്റെ ശാഖ അവിടെ നടക്കുന്നില്ല നല്ല കാലത്തിന്. RSSന്റെ ശാഖ നടത്താൻ മതവിശ്വാസികളായ ദൈവഭക്തരായ RSSകാർ തയ്യാറാകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്രയൊന്നും മോശമല്ലാത്ത ഭൂരിപക്ഷവും സ്വാധീനമുള്ള എൻ്റെ ഗ്രാമത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരായ വിശ്വാസികളായ മതവിശ്വാസികളായ ഹിന്ദുക്കൾ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡ്രില്ലും അമ്പലത്തിനകത്ത് നടത്തണം, അമ്പലപ്പറമ്പിൽ നടത്തണം എന്ന് പറഞ്ഞാൽ RSSന്റെ നിലപാടെന്താവും? അത് പറഞ്ഞാൽ മതി. ഈ ക്ഷേത്രമുറ്റത്തിന് പുറത്ത് ഈ ഇന്ത്യൻ നിയമപ്രകാരം ആയുധ പരിശീലനങ്ങളും സംഘം ചേർന്നുള്ള കൂടെ ഇതെല്ലാം നിരോധിക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ ക്ഷേത്രമുറ്റത്തിന് പുറത്ത് RSS അടക്കമുള്ളവർക്ക് നിരോധിത പ്രവർത്തനങ്ങളാകാം എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞത് RSSനോട് ആപാത ചൂടം അര ഇഞ്ച് പോലും യോജിപ്പില്ലാതെ വിയോജിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ സ്പെസിഫിക് ആയ പർട്ടിക്കുലറായ വിഷയത്തെക്കുറിച്ച് ആശയ തെളിമയോടെ CPIMന് വേണ്ടി ഞാൻ പറയുന്നത് ആരാധനാലയങ്ങൾക്കകത്ത് ആയുധ പരിശീലനം പാടില്ല. RSS തീവ്രവാദ പ്രസ്ഥാനമാണ്, ആയുധത്തെ അഭിരമിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ആയുധ പരിശീലനം നടത്തുന്നത് ഇരട്ടി ദോഷമാണ്, അപകടമാണ്. സകല മതവിശ്വാസികളും എതിർക്കേണ്ടതാണ്. ഇടവേളയ്ക്ക് പിരിയുമ്പോൾ വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത് വളരെ വൈകാരികമായ വിഷയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിഥികളുടെ വാക്കുകളെ ചാനലിന്റെയോ അവതാരകന്റെയോ വാക്കുകളാക്കി മുദ്രകുത്തി സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടാൻ നിൽക്കണ്ട. ഇടവേളയ്ക്ക് ശേഷം തുടരും. ശാഖാപ്രവർത്തനം തടയുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണോ CPIMന് ഉണ്ടായിരുന്നത്? CPIMന്റെ ഭാഷയായിരുന്നു മന്ത്രിക്കുണ്ടായിരുന്നത് എന്ന വളരെ പ്രസക്തമായ ചോദ്യത്തിലേക്ക് വരുന്നു. ചേക്കുട്ടി, ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു എടുത്തുപിടിച്ച ധൃതി കാണാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ അതിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദിവസേന നിരവധി പരാതികളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? ആയുധാഭ്യാസം നടക്കുന്നു. അതൊരു ക്രൈമാണ്. ആ മന്ത്രിയുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ അനവസരത്തിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 2-3 കാര്യങ്ങൾ. ഒന്ന്, RSSന്റെ ആയുധ പരിശീലനമാണോ കായിക പരിശീലനം? ഒരു പരിശീലനം നടക്കുന്നുണ്ട്, 500 അമ്പലങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് സമൂഹങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റ് സമുദായങ്ങളുണ്ട്. അപ്പോൾ അവർക്കിടയിലൊക്കെ തന്നെ അനാവശ്യമായിട്ടുള്ള ഭീതി പരത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. രണ്ടാമത്, അമ്പലങ്ങളായാലും മറ്റ് എന്താ പറയുക പ്ലേസസ് ഓഫ് വർഷിപ്പ് ആയാലും അത് ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ ഒരു കലക്റ്റീവ് ലീഡർഷിപ്പിൽ വരേണ്ടതാണ്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ആ ബന്ധപ്പെട്ട സമുദായങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് മന്ത്രി ഒരു നിലപാടെടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു അമിതമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ആധിപത്യ സ്വഭാവം അമ്പലങ്ങളിലായാലും ശരി പള്ളികളിലായാലും ശരി അത് വലിയ ദോഷമുണ്ടാക്കും. വളരെ താഴെ നിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടും അവരുടെ അവകാശങ്ങളെ പൂർണ്ണമായിട്ട് തൃണവൽഗണിച്ചുകൊണ്ടുമാണ് RSS പ്രവർത്തിക്കുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ RSSന്റെ ഈ ആയുധ പരിശീലനം കേരളത്തിലെ സാധാരണ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ആപൽക്കരമാണ്. അവരുടെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ആ ദണ്ട് ഉപേക്ഷിച്ചുകൊണ്ടുള്ള പരിശീലനം, അതും ക്ഷേത്രവളപ്പിന് പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്രശ്നം അവസാനിച്ചു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ രീതിയിൽ പ്രകോപനം
ഡ്രില്ല് നടത്തുന്നതിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലോ ക്ഷേത്രങ്ങളിലാവില്ല. ആരാധനാലയങ്ങളിലോ ആയുധ പരിശീലനം നടക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്കെതിരെ നിയമ നടപടിയെടുക്കണം. ആ സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. അതിനുള്ള തൻ്റെ ഇടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കേണ്ടത്. ആയുധ പരിശീലനം നടത്തുന്നുണ്ട് എങ്കിൽ ദണ്ഡടക്കം അറസ്റ്റ് ചെയ്ത് അകത്താക്കണം. ഞങ്ങളുടെ പക്ഷം എന്താണ്? ആരാധനാലയത്തിൽ ആയുധ പരിശീലനം പാടില്ല എന്ന് തന്നെയാണ്. എന്തൊരു ശുദ്ധമായ കളവാണ് ഇവർ പറയുന്നത്. എൻ്റെ കയ്യിൽ പ്രാഥമിക ശിക്ഷണ ശിബിരത്തിൻ്റെ ഒരു പുസ്തകം, പ്രഥമ സംഘശിക്ഷാവർഗിൻ്റെ, ദ്വിതീയ സംഘശിക്ഷാവർഗിൻ്റെ 3 പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നാളെ അത് ഇവിടെ സബ്മിറ്റ് ചെയ്യാം. അയോധ്യ പ്രസ് എന്നാണ് അത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വ്യക്തമായി ഒരു ശാഖയിൽ പഠിപ്പിക്കുന്ന ആയോധന വിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് എതിരാളികളെ കൊല്ലാനുള്ള ഞാൻ നേരത്തെ ഉദ്ദേശിച്ച അതേ കാര്യക്രമമാണ് ശാഖയിൽ നടക്കുന്നത്. അതില്ല. ഈ 1 മണിക്കൂർ ശാഖാ പദ്ധതി എന്താണ്? നിങ്ങൾ ചോദിക്ക്. ഈ 1 മണിക്കൂർ ശാഖാ പദ്ധതി എന്താണ്? അതൊന്ന് വിവരിച്ചു തരട്ടെ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു 1 മണിക്കൂർ ഒരുമിച്ച് കിടന്നുറങ്ങിയാൽ പോലും ശാഖയാകുമെന്ന് RSSന്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗെ അവർ പറഞ്ഞിട്ടുണ്ട്. ശാഖയാണ്. എന്താ സംശയം? നിങ്ങൾ ശാഖയെ പോകാത്തോണ്ടാ നിങ്ങൾക്ക് അറിയില്ലാത്തത്. ശാഖയിൽ ഉറക്കം തൂങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ലല്ലോ. ശാഖയിൽ ഞങ്ങൾക്ക് ഉറക്കം തൂങ്ങാൻ പറ്റില്ല സാർ. ഞങ്ങൾക്ക് ഉറക്കം തൂങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഉറങ്ങാത്തത് കൊണ്ടാ ഈ നാട്ടിലെ അമ്പലങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനോടകം കാഴുപിടിച്ചു പോയേനെ. ഞങ്ങൾ ഉറങ്ങാത്തത് കൊണ്ടാ. ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞു CPMന്റെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊല്ലാൻ വേണ്ടിയാണ് RSS. അദ്ദേഹം പറഞ്ഞല്ല, ഗോൾവാൾക്കർ വിചാരധാരയിലുള്ള ഒരു ചർച്ച ആവശ്യമില്ല സർ. അല്ല, അങ്ങനെയാണെങ്കിൽ വളരെ കാലം ശാഖയിൽ പോയി ഇദ്ദേഹം എത്ര ക്രിസ്ത്യാനികളെ, എത്ര മുസ്ലിങ്ങളെ, എത്ര കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു നടത്ത ഇപ്പം വെച്ചേക്കണം. ആ ചോദ്യത്തിന് എന്ത് പ്രശസ്തിയാ സ്വയം സേവക ഉള്ളത്? എന്ത് പ്രശസ്തിയാ ഉള്ളത്? അതിലെന്ത് പ്രശസ്തിയാ? വിഡ്ഢിത്തരങ്ങൾ ചോദിക്കുക. ശാഖാപ്രവർത്തനം നടത്തുന്നതുകൊണ്ട് പേടിച്ചിട്ട് കുട്ടികളെ പറഞ്ഞേക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ കുറച്ചു മുമ്പ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പേടിച്ചിട്ട് ഭക്തജനങ്ങൾ വരാതിരിക്കുകയാണെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ, അഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ള ചില ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശാഖ കണ്ട് ഭയന്നാലോ? ഈ RSSന്റെ പരിശീലനം നടക്കുന്ന അമ്പലങ്ങളിലേക്ക് അയക്കാൻ എനിക്ക് മടിയുണ്ട് എന്ന് ഞാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് RSSകാരുടെ സഹായം കൊണ്ടൊന്നുമല്ല കേരളത്തിൽ അമ്പലങ്ങൾ ഉണ്ടായത്, അമ്പലങ്ങൾ നിലനിൽക്കുന്നത്. ആദ്യം പറഞ്ഞു ശാഖയിൽ പോണ ശാഖ നടത്തുന്നത് കൊണ്ട് എൻ്റെ മക്കൾ RSSന്റെ ആക്രമണം ഭയന്ന് അമ്പലത്തിൽ പോകുന്നില്ല. പിന്നീട് ഇദ്ദേഹം തന്നെ പിന്നീട് പറയാണ് എൻ്റെ മക്കൾ പോകുന്നുണ്ട്, RSSകാരുടെ പ്രശ്നമില്ലാന്ന്. പിന്നെ എന്താ അവിടെ പ്രശ്നം? ഞാനിതിന് മറുപടി, അസംബന്ധമായ ചോദ്യമാണ്. ഒരു RSSന്റെ ആയുധത്തെ പേടിച്ചൊന്നുമല്ല കുട്ടികളെ അയക്കാത്തത്. RSSന്റെ ഐഡിയോളജി എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരുടെ കുട്ടികളെ സംബന്ധിച്ച് ആപൽക്കരമാണ്. അത് ജാതീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വിഭജനത്തിലൂന്നിയതാണ്, രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനമാണ്. അതുകൊണ്ടാണ് കുട്ടികളെ അയക്കാത്തത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ. അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളൊന്നും ശാഖ വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാത്മാഗാന്ധി RSSന്റെ ക്യാമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഇതിൽ എത്ര ഹരിജനങ്ങളുണ്ടെന്ന് ചോദിച്ചു. ആരും കൈപൊക്കിയില്ല. അപ്പോൾ അദ്ദേഹം ഓർത്തു ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ ജി അന്ന് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അദ്ദേഹം പറഞ്ഞു, ഇവരിവിടെ ഹരിജനമായിട്ടോ പിന്നോക്കക്കാരുമായിട്ടല്ല അറിയപ്പെടുന്നത്. അതിനുശേഷം ഡോക്ടർ ജി പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണ് പിന്നോക്കക്കാരെന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ അതിലെ ഭൂരിപക്ഷവും ഇന്നും കേരളത്തിൽ പോലും ഇവിടുത്തെ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ ഭൂരിപക്ഷവും. കേരളത്തിലുള്ള വിശ്വാസികൾ എല്ലാവരും അമ്പലങ്ങളിലേക്ക് പോകുന്നത് അവർക്കൊരു മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മനസംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസികൾക്ക് ആരാധനാലയങ്ങൾ വിട്ടുകൊടുത്താൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ബാലിശമായിട്ട് ഞങ്ങൾക്ക് അവിടെ തന്നെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് വാദിക്കുന്നത്? ഈ നാട്ടിൽ തകർന്നു കിടന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചതിന് ശേഷമാണ് സുഹൃത്തെ അമ്പലത്തിലേക്ക് പോകാൻ ആൾക്കാർക്ക് പ്രേരണയായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ ഒരു ഹിന്ദു ദേവാലയം സുന്ദരമായി പുനഃസംഘടിപ്പിച്ച് പുനരുദ്ധരിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കായികാഭ്യാസ പദ്ധതി നാളെ തീരുമാനിച്ചാൽ അതോ നടപ്പാക്കാൻ ആരും സമ്മതിക്കോ? പുനരുദ്ധാരണത്തിന്റെ പേര് പറഞ്ഞ് $1 million question, ശ്രീ മധു. യാതൊരു സംശയവും വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടി അടുത്ത കാലത്ത് തന്നെ ക്ഷേത്രങ്ങൾ പണിയും പുനരുദ്ധരിക്കും. അവിടെ അവരുടെ കമ്മിറ്റി മീറ്റിംഗ് നടത്തും. ഒരു വിരോധവുമില്ല. എനിക്ക് വിരോധമുണ്ട്. മധു ആയാലും ശരി, മധു ആയാലും ശരി, പ്രേംനാഥ് ആയാലും ശരി, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ദയവായിട്ട് അമ്പലത്തിന് പുറത്തു നടത്തണം. ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് രാഷ്ട്രീയ വേദികളാണ്, ആധ്യാത്മിക പ്രവർത്തനത്തിന് ആധ്യാത്മിക വേദികളാണ്. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുന്നത് രാജ്യത്തിന് ആപത്താണ്. സംഘത്തിൻ്റെ ക്യാമ്പുകൾ നടക്കുന്നത്, ഞാൻ പങ്കെടുത്തിട്ടുള്ള ക്യാമ്പുകൾ നടന്നത് മുഴുവനും സ്കൂളുകളിലാണ്. ഗവൺമെൻറ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ അനുമതിയോടും കൂടി, എല്ലാ നിയമപരമായ അനുമതിയോടും കൂടിയാണ് നടന്നിട്ടുള്ളത് ആണെന്നാണ് എൻ്റെ അറിവ്. അതോ വളരെ നിയമവിരുദ്ധമായി സ്കൂൾ പിടിച്ചടക്കി ഇടിച്ചു കയറി ക്യാമ്പ് നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണോ? ഞാനൊരു സർക്കാർ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെഡ്മാഷാണ്. സർക്കാർ സ്കൂളുകൾ ഈ
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള സർക്കുലർ തന്നെ ഉണ്ട്. ഏത് സ്കൂളിലാണ് താങ്കൾ പങ്കെടുത്തത്? അങ്ങനെയാണെങ്കിൽ ഏത് സ്കൂളിലാണ് താങ്കൾ പങ്കെടുത്തത്? പെരുമ്പാവൂർ ഒക്കൽ അല്ലല്ല, പങ്കെടുത്തത് 1983 പെരുമ്പാവൂർ ഒക്കൽ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന OTCയിലാണ് ഞാൻ പങ്കെടുത്തത്. ഒരു അബദ്ധം പറ്റിയതാ. ഞാൻ പയ്യന്നൂര് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ട്രെയിനിങ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. അവിടെ ഗവൺമെന്റ് ട്രഷറിയിൽ പൈസ അടച്ചിട്ടാണ് അവിടെ സ്കൂൾ അനുവദിക്കുന്നത്. ഏത് കാലത്താണ് സാർ? അടുത്താണ്. ഈ 2-3 കൊല്ലം മുന്നേ 2 വർഷം അടുപ്പിച്ചുണ്ടായിരുന്നത് അവിടെ ഗവൺമെന്റ് സ്കൂളിലാണ്. ഇത് കൃത്യമായിട്ട് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖ ശിബിരം അങ്ങനെ തന്നെയാണ്. ഒരിക്കലായിരിക്കില്ല. തേക്കുട്ടി സാറ് നേരത്തെ പറയുമ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, RSS എന്ന് പറയുന്ന രാഷ്ട്രദ്രോഹ സംഘടന. സാറിന് ചിലപ്പോൾ അത് അങ്ങനെ പറയുന്നത് വളരെ നിരുത്തരവാദപരം. കാരണം സാർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പത്രത്തിന്റെ വാക്കായിരിക്കാൻ ചിലപ്പോൾ സാർ അതിനുവേണ്ടി അങ്ങനെ പറയേണ്ടി വരും. പക്ഷേ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി RSS കാരനാണ് സാർ രാഷ്ട്രദ്രോഹി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് RSSന്റെ ഐഡിയോളജി രാജ്യദ്രോഹപരമാണ് എന്നാണ്. ഇന്ന് നരേന്ദ്രമോദിനെ ഇവിടെ പ്രധാനമന്ത്രിയാക്കാൻ പാടുണ്ടോ? നരേന്ദ്രമോദി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നത്. RSSന്റെ പിന്നെ ഈ കിതാബ് വെച്ചിട്ടല്ല. ഈ മതനിരപേക്ഷത എന്ന വാക്ക് പോലും ഈ RSSന് കേൾക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ രാജ്യത്ത്. അതാണ് സ്ഥിതി. ഇവിടെ വർഗീയത സൃഷ്ടിക്കാണ്. ശത്രുക്കളെ മുന്നിൽ നിർത്തി ഈ 3 ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണമെന്ന ഓരോ സ്വയം സേവകന്റെയും ബോധമുണർത്തുന്ന ഈ ധ്വജം ഉയർത്തിയിട്ടുള്ള ഈ പരിപാടി അതൊരു വിഘടനവാദം സൃഷ്ടിക്കുന്നതാണ്. അതെന്തിനാണ്? ഈ ആരാധനാലയത്തിന് മുന്നിൽ എന്തിനാണ്? അത് ഒഴിവാക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈ യുദ്ധം ഇത് ഒഴിവാക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സുധീഷ് മിന്നി പോയ ശാഖ വേറെ ഏതോ പ്രസ്ഥാനത്തിന്റെ ശാഖയാണ്. ഞാനൊരു 25 വർഷമായി ശാഖയിൽ പോകുന്നുണ്ട്. 3 പരിശീലനവും കഴിഞ്ഞയാളാണ്. 15 വർഷമായിട്ട് പ്രചാരകമാണ്. എന്നോട് ഇതുവരെ ഒരു മുസ്ലിമിനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനിയെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. RSSന്റെ അടുക്കളയിൽ എച്ചില് തിന്നാൻ തയ്യാറായ മുസ്ലിം ഇവർക്ക് ഇഷ്ടമാണ്. RSSന്റെ മൂട് താങ്ങാൻ തയ്യാറാകുന്ന ക്രിസ്ത്യാനി ഇവർക്ക് അഭിമതരാണ്. RSSന്റെ തെമ്മാടിത്തത്തെയും ധിക്കാരത്തെയും വൃത്തികേടിനെയും വിശകലനം ചെയ്യുകയും വിനയത്തോടെ വിയോജിക്കുകയെങ്കിലും ചെയ്യുന്നവരെ ഇവർ അങ്ങേയറ്റത്തെ പട്ടികയിൽപ്പെടുത്തി തലയറുക്കുകയും അരിഞ്ഞു തള്ളുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ ആരോപണം ഞാൻ തിരിച്ച് ഒന്ന് പറയുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുക്കളയിൽ ഓച്ചാനിച്ച് നിൽക്കുകയും അവർ പറയുന്നത് അതേപടി വിഴുങ്ങുകയും ചെയ്യുന്നവരെയാണ് അവർക്ക് താല്പര്യമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ RSSൽ ആരോപിക്കരുത്. നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ RSSൽ ആരോപിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിൽ ഇന്ന് ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഉണ്ട്. രാജ്യദ്രോഹികളായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ത്രിദോഷത്തിലാപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ത്രിദോഷത്തിൽ ചില കമ്മ്യൂണിസ്റ്റുകാർ, ചില ക്രിസ്ത്യാനികൾ, ചില മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, ചില ഹിന്ദുക്കൾ ഉൾപ്പെടുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭൂരിപക്ഷക്കാര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന്റെ നിലപാട്, PC ജോഷി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി PC ജോഷിയുടെ നിലപാട് എന്തായിരുന്നു? 40കളില് PC ജോഷി സ്വന്തം അണികളോട് പറഞ്ഞ എന്താ? കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ സവർക്കർ ത്രിദോഷത്തിൽ പെടുമോ? സവർക്കർ ദേശീയവാദിയാണ്. ഈ ത്രിദോഷത്തിന്റെ മാനദണ്ഡം ദേശീയവാദിയാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ്. മത ആരാധനയല്ല, ആരാധനയാണ് മാനദണ്ഡമെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ത്രിദോഷം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല. RSS ശാഖയെന്ന് വരുന്ന ഏതൊരു ഉൽപ്പന്നവും സംസാരിക്കുന്ന 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിരോധവും ഇസ്ലാമിക വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധവുമാണ്. ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതല്ല. RSS ശാഖ എന്ന് പഠിപ്പിക്കുന്നത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരുന്നവർ പ്രസംഗിച്ചാൽ ദേശീയ വിരോധം വരുന്നുണ്ട്. ദേശീയതയെ സംബന്ധിച്ച് RSSന്റെ ഒരു സ്റ്റഡി ക്ലാസ് ഇവിടെ നടന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭം മുതലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും സമുജ്വലമായ ദേശാഭിമാന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് കാൺപൂർ ഗൂഢാലോചന കേസ് മുതലുള്ള അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചരിത്രം പഠിക്കണം. ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കരുത്. അങ്ങനെ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ശക്തമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു കൂട്ടർ വേറെ ഇല്ല. അപ്പം അതെങ്കിലും മനസ്സിലാക്കണം. ഏറ്റവും ശക്തമായ വാദങ്ങളാണ് രണ്ട് പക്ഷത്തു നിന്നുമുള്ളത്. നിലപാട് പ്രേക്ഷകരാണ് എടുക്കേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം ശാഖകൾ യഥാർത്ഥത്തിൽ അമ്പലങ്ങളിൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചർച്ചയുടെ അവസാന ഘട്ടത്തിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നില്ല. ഒരിക്കൽ കൂടി നമ്മൾ അതേ ചോദ്യം ചോദിക്കുന്നു. ശ്രീ മധു, ശാഖകളെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് RSSന് ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. വേണമെങ്കിൽ അവർക്ക് പുറത്ത് RSSന്റെ ശാഖ അമ്പലത്തിൽ നടത്തണമെന്നോ ആരും പറഞ്ഞിട്ടില്ല.
ഇന്ന് കേരളത്തിലെ സൗകര്യം, അമ്പലപ്പറമ്പിൽ കളിച്ചു വളർന്ന കുട്ടികളാണ്, അമ്പലത്തിൽ തിരിവെച്ച് വളർന്നവരാണ്, അവരവിടെ കളിക്കുന്നു. അത്രയേ ഉള്ളൂ ശാഖ. RSSന്റെ ശാഖ പാർക്കിൽ നടത്താം, കെട്ടിടത്തിൻ്റെ മുകളിൽ നടത്താം, എവിടെ വേണേലും നടത്താം. അതിൽ യാതൊരു ശാഠ്യവും RSSനില്ല. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖ അമ്പലമുറ്റത്ത് വേണം എന്നുള്ളത് നാട്ടുകാരുടെ നിർബന്ധമാണ്. ഈ നാട്ടുകാരുടെ നിർബന്ധമാണ്. ഏത് നാട്ടുകാർ? ഏത് നാട്ടുകാർ? ഏത് നാട്ടുകാർ? അത് ഏത് നാട്ടുകാർ? നിങ്ങള് ഏത് നാട്ടുകാർ? ഏത് നാട്ടുകാർ? ഏത് നാട്ടുകാർ? എന്റെ സാർ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടോ? ഞാൻ കേരളത്തിൽ അമ്പലത്തിൽ RSSന്റെ ശാഖ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? ആവശ്യപ്പെടുന്നില്ല. താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഈ നാട്ടുകാരൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ. എന്റെ വീടിന്റെ ഇവിടെ ആവശ്യപ്പെടുന്നവരുണ്ടോ എന്നും കൂടെ ചോദിക്കൂ. വേണ്ടാന്ന് പറഞ്ഞല്ലോ. ഒരു മിനിറ്റ്. എന്റെ വീടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്. ആ പ്രദേശത്തുള്ള ഒറ്റ ആളും അവിടെ ശാഖയ്ക്ക് വരുന്നില്ല. അല്ല, ദൂരത്തുള്ള ആളുകളാണ് അവിടെ ശാഖ വരുന്നത്. ദേവസ്വം ബോർഡിന്റെ ഓംബുഡ്സ്മാൻ K. ഭാസ്കരൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപ്രകാരം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ശാഖകൾ അനുവദനീയമല്ല. അനധികൃതമാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ശാഖാപ്രവർത്തനം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിനെ അടിവരയിടുന്നത് ദേവസ്വം ബോർഡിന്റെ കോൺഗ്രസ് ഭരണകാലത്തിന്റെ മുൻ 2011 മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്ന് കൊണ്ടുവന്ന ഒരു ആക്ടുണ്ട്. ആ ആക്ടിൽ RSSന്റെ ശാഖയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ അത് അങ്ങനെ തന്നെ കാണുമ്പോഴും തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആയുധ പരിശീലനം നടത്തുന്നു എങ്കിൽ നടപടിയെടുക്കട്ടെ. RSSന്റെ ശാഖ അമ്പല പരിസരത്ത് ആയുധ പരിശീലനം, അമ്പല പരിസരത്തല്ല എവിടെയെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ, അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കട്ടെ. എൻ്റെ ഒരു സംശയം, ഒരു പുരോഗമന സമൂഹത്തിൻ്റെ സ്വഭാവം വയലൻസിൽ നിന്ന് വിമുക്തമാവുന്ന ഒരു സമൂഹമാണ്. അത്ര ഹിംസാത്മകമായ രീതിയിലുള്ള പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും ഒരു തിരിച്ചുപോക്കല്ലേ ശ്രീ മധു? RSS വയലൻസിൻ്റെ പ്രസ്ഥാനമല്ല, അതൊരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. RSS ഒരു പ്രസ്ഥാനമാണ്. സാംസ്കാരികമോ സംഹാരാത്മകമോ നിഷേധാത്മകമോ പുരോഗമനോന്മുഖമോ ഏതുമാവട്ടെ, ഒരു പ്രസ്ഥാനത്തിന് സകലർക്കും പ്രയാസങ്ങൾ പറയാനുള്ള കേന്ദ്രമായി പരിണമിക്കേണ്ടുന്ന ആരാധനാലയങ്ങൾ വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. കായിക പരിശീലനമോ ആയുധ പരിശീലനമോ എന്ന തർക്കമേ ഇല്ല. ഇവിടെ പ്രശ്നം വിശ്വ ഹിന്ദുവല്ല നമുക്ക് വേണ്ടത്, വിശ്വമാനവികനാണ്. വിശ്വമാനവികതയുടെ വിഹായസിലേക്ക് വിരാജിക്കേണ്ട ഹിന്ദുത്വത്തിൻ്റെ നിലപാടുകളെ തന്നെ കുടിലതയുടെയും കൊടുസിൻ്റെയും കൊടുമുടിയിൽ കുറ്റിയടിച്ച് കുറുക്കിക്കെട്ടുന്ന രാഷ്ട്രീയ നൃശംസതയ്ക്കെതിരെയാണ് പ്രവർത്തനം. RSSന്റെ സമീപനം ശരിയോ തെറ്റോ എന്ന് വേറെ ചർച്ച ചെയ്യാം. RSSനെതിരായി CPIM നിലപാടുണ്ടാവും, CPIMനെതിരായി RSS നിലപാടുണ്ടാവും. ഇവിടെ പ്രശ്നം അതല്ല. നിലനിൽക്കുന്ന നിയമങ്ങൾ, പാലിച്ചു വരേണ്ടുന്ന മര്യാദകൾ, സാമാന്യേന അംഗീകരിക്കേണ്ട കാഴ്ചപ്പാടുകൾ, സമീപനങ്ങൾ ഇതുവെച്ച് അമ്പലങ്ങളിൽ ഒരു സംഘടനയ്ക്കും, RSSനെന്നല്ല, ഒരു സംഘടനയ്ക്ക് അമ്പലങ്ങൾ സകല ദേവാലയങ്ങളും സകലർക്കുമുള്ള അഭയകേന്ദ്രങ്ങളാകേണ്ടിടത്ത് ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ നിങ്ങളവിടെ കബഡി കളിക്കുകയോ ഭജന ചൊല്ലുകയോ ഇനി 2020 കളിക്കുകയോ കിടന്നുറങ്ങുകയോ അങ്ങനെ കിടന്നുറങ്ങാനുള്ളതല്ല. RSSനു മാത്രമായി കിടന്നുറങ്ങാനുള്ളതല്ല. അത് പ്രത്യേകമായി അനുവദിക്കരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. സർക്കാർ സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓംബുഡ്സ്മാൻ കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത തീരുമാനത്തിനൊപ്പമായിരിക്കും നിൽക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ബുദ്ധിമുട്ട് എന്തിനാണ് കണ്ടെത്തുന്നത്? ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ശാഖകൾ നിരോധിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ലല്ലോ. ഒരു പ്രശ്നമല്ല. ആ ശാഖ നിരോധിക്കാം. പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരള ഗവൺമെൻറ്റിനോ RSSന്റെ ശാഖ നിരോധിക്കാം. നിരോധിച്ച് അവർക്ക് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അവർക്ക് നേരുകയാണ്, ആശംസകളും നേരുകയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിരോധിച്ച് RSSനെ ഇല്ലാതെയാക്കൂ. അതിന്റെ തുടക്കമാണിത്. അല്ല സാർ, എൻ്റെ സംശയം ഇതാണ്. വീണ്ടും ക്ഷേത്രങ്ങളെ നിങ്ങൾ പുനരുദ്ധരീകരിക്കുന്നത് എങ്ങനെയാണ്? ശാഖ നടത്തുന്നത് വഴി. RSSന്റെ ഞാൻ പറഞ്ഞല്ലോ, RSSന്റെ ശാഖ നടത്തുവാനുള്ള കാര്യപദ്ധതി കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കും. സമയകാല പരിതസ്ഥിതികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു മണിക്കൂർ കൂടി ഇരുന്നാൽ നാമം ജപിച്ചാൽ ശാഖയാണ് സാർ. അമ്പലപ്പറമ്പിൽ നാമം ജപിക്കാൻ പറ്റില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ പറ്റുമോ? അമ്പലപ്പറമ്പിനെ പുറത്തു നടത്തിക്കൂടെ? RSSകാര് ഹിന്ദുക്കളാണ്. RSSകാര് ഹിന്ദുക്കളാണ്. അവരുടെ നിങ്ങൾക്കിപ്പോ RSSകാർ ഹിന്ദുക്കളാണ്. RSSകാർ ഹിന്ദുക്കളാണ്. ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചില്ല. അമ്പലപ്പറമ്പില് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആദ്യം പറഞ്ഞതിൽ നിന്ന് തികച്ചും ഘടകവിരുദ്ധമാണ്. ആദ്യം പറഞ്ഞതിൽ നിന്ന് തന്നെ അവസാന നിമിഷവും പറയുന്നു. സംഘശക്തി ഉപയോഗിച്ച് ഒരു ക്രിസ്ത്യൻ പള്ളിയെ പുനരുദ്ധരിക്കാത്തത് ഞങ്ങൾ തയ്യാറാണല്ലോ. ഈ നാട്ടിലെ പ്രകൃതി ദുരന്തങ്ങൾ, സഖാവേ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് RSS മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കിയിട്ടാണോ സഹായം എത്തിച്ചത്? ഈ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളി RSSകാർ പുനരുദ്ധരിക്കേണ്ട കാര്യമില്ല. മുസ്ലിം പള്ളി
RSS പുണ്യത്തിരിക്കേണ്ട കാര്യമില്ല. പെട്രോ ഡോളർ ഉണ്ട്, പെട്രോ ഡോളർ. ക്ഷേത്രങ്ങളെ തകർക്കുവാൻ മുൻകൈയെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാ ഇന്ന് അമ്പലങ്ങളിലേക്ക് വരുന്നത്? അമ്പലങ്ങൾ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. അമ്പലങ്ങൾ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന ഉദ്ദേശമുണ്ട്. RSS ഹിന്ദുക്കൾ മാത്രമാണ് ഉള്ളതെന്ന് സമ്മതിക്കുമോ? അല്ല, എല്ലാ മതക്കാരെയും സാംശീകരിക്കുന്ന വലിയ സമ്മതിക്കുമോ? എല്ലാ മതക്കാരും മാത്രം എന്തൊരു ശാഖ നടത്തുന്നു? അനുമതി കിട്ടും. താങ്കളല്ലേ പറഞ്ഞത് എനിക്ക് അതിനൊരു മറുപടി കൊടുക്കാണ്ട്. അല്ല സാർ, അങ്ങ് തന്നെ പറഞ്ഞു, അങ്ങ് ആദ്യം പറഞ്ഞു RSS ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. പള്ളിമുറ്റത്ത് ശാഖ നടത്താൻ അനുവദിക്കുമെന്ന് ചോദിച്ചില്ലേ? പള്ളിമുറ്റത്ത് ശാഖ നടത്തണം എന്നുള്ള റിക്വസ്റ്റ് പോലും ഞങ്ങളുടെ അടുത്ത് വന്നു. തൊടുപുഴയിലെ ആ മാഷിന്റെ കൈവെട്ടിയില്ലേ, ആ കൈവെട്ടോടനുബന്ധിച്ച് അവിടെ നടന്ന കലാപം ഉണ്ടല്ലോ, മുസ്ലിങ്ങളെ ആക്രമിച്ച് സംരക്ഷിക്കാൻ RSS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യാനികളെ, സോറി മുസ്ലിം അല്ല, ക്രിസ്ത്യാനികളെ ആക്രമിച്ചപ്പോ, ക്രിസ്ത്യാനികളെ ആക്രമിച്ച സമയത്ത് അവർ പള്ളിമുറ്റത്ത് നിങ്ങൾ ശാഖ നടത്തണം. വീണ്ടും 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 ഈ ചർച്ചയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശാഖ നടത്തിയാൽ മാത്രമേ ഒരു അമ്പലം പുനരുദ്ധരീകരിക്കപ്പെടത്തുള്ളൂ. ഒരു നിർബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ RSSന്റെ ശാഖ നടത്തിയിട്ട് മാത്രമേ അമ്പലം പുനരുദ്ധരിക്കുന്നൊന്നും ഞങ്ങൾക്ക് പക്ഷമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പുനരുദ്ധരിക്കാം, കോൺഗ്രസ്സുകാർക്കും പുനരുദ്ധരിക്കാം, ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്ക് തോന്നുന്നുണ്ട് അമ്പലം, ധാരാളം അങ്ങനെ ചെയ്യുന്നുണ്ട്, അവർക്കും പുനരുദ്ധരിക്കാം. സുധീഷ് മിനി, ഒരു 2020 കളിക്കുന്ന പോലെ ഒരു റബ്ബർ പന്ത് ഉപയോഗിച്ച് അമ്പലത്തിന്റെ പറമ്പിൽ കളിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെ കളിച്ചു വളർന്നതാണ്. അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റുന്നതല്ലേ ശാഖ എന്ന് മധു വളരെ ലളിതമായി ചോദിക്കും. ഇപ്പോൾ ഈ ഇത്രയും സമയം ചർച്ച ചെയ്തപ്പോൾ അവസാനം അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപം പുറത്തു വന്നല്ലോ. ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് വന്നല്ലോ. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ഹിന്ദുക്കളല്ലാത്തവരെ ഹിന്ദുക്കളല്ലാത്തവരെ RSSന്റെ വർത്തമാനം പറയുമ്പോൾ ഇവിടെ ഒച്ച കുറവുള്ളവർക്ക് പഞ്ഞമുള്ളത് കൊണ്ടല്ല നിശബ്ദമായത്, സഹിഷ്ണുതയുടെയും സാമാന്യ മര്യാദയുടെയും സീമകൾ ലംഘിക്കേണ്ടെന്ന് കരുതിയാണ്. താങ്കൾ അടങ്ങിയിരിക്കണം, അല്ല, ഞാൻ പറയുന്നത് ഇദ്ദേഹം ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടാണ് അവസാനം അദ്ദേഹം അതിനെ സ്വരൂപിച്ചത്. ഞാൻ ഹിന്ദുവാണ്, RSSൽ വരുന്നവർ ഹിന്ദുവാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒന്നും ആ വിഭാഗത്തിൽ പെടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പോൾ അവരെ ഇല്ലാതാക്കലാണല്ലോ ഇവരുടെ ഉദ്ദേശം. നിങ്ങൾ കാര്യാലയത്തിൻ്റെ മുന്നിലോ അല്ലെ മറ്റ് നിങ്ങളുടെ സ്വകാര്യ പറമ്പുകൾക്ക് സ്വയം സേവകരുടെ സ്വകാര്യ പറമ്പിൽ നിന്നോ നിങ്ങൾ ഈ ശാഖ ഉപയോഗിച്ചോ ശാഖ നടത്തിക്കോളൂ, ഞങ്ങൾ അതിനെതിരെ പറയുന്നില്ലല്ലോ. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് എന്തിനാണ് ഈ ദണ്ഡ ചുഴറ്റലും നെയ്യുദ്ധയും എന്തിനാണ്? അത് നിങ്ങൾ ഒഴിവാക്കാനാണ് ഞങ്ങൾ പറയുന്നത്. അമ്പലമുറ്റത്ത് ശാഖ നടത്തുന്നത് കൊണ്ട് സമൂഹത്തിന് ദോഷമില്ല, ക്ഷേത്രത്തിന് ദോഷമില്ല. ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സമൂഹവും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ശാഖയ്ക്ക് പിന്തുണയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും, ഞാൻ ഹിന്ദു എന്ന ശബ്ദം പറഞ്ഞു, അപ്പോൾ ഈ ഭാരതത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും അവർ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു എന്ന ശബ്ദത്തിലാ. ഹിന്ദുസ്ഥാൻ എന്ന ഈ നാടിന്റെ പേര്, ഈ ഹിന്ദു ശബ്ദം ഭാരതീയരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ശാഖ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ ഒരു നിലപാടെടുത്താൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുണ്ട്? RSSന്റെ ശാഖ അല്ലെങ്കിൽ ഏത് പ്രവർത്തനവും നിരോധിക്കും എന്ന് പറഞ്ഞാലും സത്യത്തിൽ ഞാൻ പറയാം, കടകംപള്ളി സുരേന്ദ്രനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ RSSന്റെ ശാഖ നിരോധിക്കാൻ ഉള്ള വളർച്ച എത്തിയിട്ടില്ല. RSSന്റെ ശാഖ ഇവർ ദണ്ഡ നിരോധിച്ചു, ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു വിരോധമില്ല. ഞങ്ങൾ വട്ടത്തിലിരുന്ന് ഭജന പാടും, ദേശഭക്തിഗാനം പാടും, ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ചർച്ച അമ്പലത്തിൽ നടത്തണമെങ്കിൽ മതനിരപേക്ഷ കേരളത്തിന്റെ മനസ്സും സമ്മതവും ഇല്ലാതെ ഒരു പൊന്നുമോൻ തീരുമാനിച്ചാലും നാളെ മുതൽ അമ്പലത്തിന്റെ മുന്നിൽ ഈ നാട്ടിലെ ഹിന്ദുക്കള് പള്ളിയിൽ പോയി കുർബാന കൂടാൻ വേണ്ടിയിട്ടല്ല ഈ അമ്പലമൊക്കെ ഉണ്ടാക്കിയത്. അത് അമ്പലത്തിന്റെ നടയിൽ തന്നെ നടക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖ ഈ നാട്ടിലെ പരശത ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും നവീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താണെങ്കിൽ ആ മുറ്റത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായത്തോടുകൂടി സംരക്ഷണത്തോടുകൂടി ആ ശാഖ നടക്കും. മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച സമൂഹമാണ് ഭാരതീയർ. അവനെ പ്രാർത്ഥന പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഭാരതീയരാണ്, RSS അല്ല. ഭാരതീയരുടെ കുത്തക നിങ്ങൾക്ക് ആര് തന്നു സാർ? ഭാരതീയരെന്ന് പറഞ്ഞ RSS ആണെന്ന് ആരാ നിങ്ങൾക്ക് വ്യാഖ്യാനം വെക്കാൻ? മാനവികതയുടെ കുത്തക നിങ്ങൾക്കാരാ തന്നത്? മാനവികതയുടെ കുത്തക നിങ്ങൾക്കാരാ തന്നത്? RSS അങ്ങനെയല്ല, അതാ പ്രശ്നം. RSS അങ്ങനെയാണോ അല്ലയോ എന്ന് ജനം തീരുമാനിക്കും, കാലം തീരുമാനിക്കും. കാലം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കേണ്ടതൊന്നു മാത്രം, സർക്കാർ സ്കൂളുകളിൽ കൊണ്ടുവരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, അത് തന്നെയാണ് ഈ ചർച്ചയുടെ അവസാനം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതും. മനസ്സ് നന്നാവട്ടെ. വീണ്ടും എത്താം അടുത്ത ആഴ്ച.